ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തുടങ്ങിയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് ഞാനൊന്ന് പുറത്ത് വന്നിരുന്നതാണ്. ഹാസിം എത്ര ലേറ്റായിട്ട് ഉറങ്ങിയാലും എത്ര നേരത്തെ ഉറങ്ങിയാലും രാവിലെ എഴുന്നേറ്റ് പോരും കേട്ടോ. ആളൊരു 8 മണി മാക്സിമം, അതിൽ കൂടുതൽ ആൾ ഉറങ്ങില്ല, നേരത്തെ തന്നെ എഴുന്നേറ്റ് പോരും. അപ്പോൾ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ ആക്കിയിട്ടുണ്ട്. ഇന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പുട്ടുണ്ട്, പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ പഴമാണ് കേട്ടോ. പിന്നെ മുട്ടക്കറി ആക്കിയിട്ടുണ്ടായിരുന്നു, പപ്പടം മൻഹാക്ക് മസ്റ്റാണ്, കാരണം സൗദിയിൽ നല്ല പപ്പടം കിട്ടൂല എന്നാണ് കേട്ടോ പറയണേ. ദുബായിൽ അങ്ങനെ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. നല്ല ടൈപ്പും കിട്ടാറുണ്ട്, മോശം ടൈപ്പും കിട്ടാറുണ്ട്. പക്ഷെ മൻഹാക്ക് വന്നപ്പോൾ തുടങ്ങി എല്ലാത്തിൻ്റെയും കൂടെ പപ്പടം വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉമ്മ രാവിലെ തുടങ്ങി പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും. അത്യാവശ്യം പൊരിച്ചിട്ടാലും എൻ്റെ മക്കളും മൻഹ എല്ലാവരും കഴിച്ച് തീർക്കും കേട്ടോ, പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ ഇന്ന് നമുക്ക് 2-3 സ്ഥലത്തൊക്കെ പോകാനുണ്ട്. വൈകുന്നേരം എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. പിള്ളേരൊക്കെ ഇവിടെയാണ്. ഞാനും ഇത്താത്തായും ഹാറൂനും ഹാസിമും, ഞങ്ങൾ 4 പേരും കൂടിയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങണേ. എല്ലാവരെയും കൂടി വീട്ടിലാക്കിയിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചിക്ക് വട്ടു പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറുതിനെ കൊണ്ട് പോന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ അതേ നല്ല മഴയാണ് കേട്ടോ. മഴയത്ത് വണ്ടി ഓടിച്ച് പോകാമെന്ന് പറഞ്ഞാൽ അതൊരു വേറെ വൈബ് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇത്താത്താക്ക് ഇവിടെ വീട് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ 2 പേരെ കാണാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ഒതുങ്ങിയ സ്ഥലത്ത് പോയി പാർക്ക് ചെയ്തു. അപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ ഇത്താത്ത പോയി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും പിള്ളേരും കൂടി അങ്ങനെ വണ്ടിയിലിരുന്നതാണ് കേട്ടോ. പുറത്ത് തന്നെ വേറെ വീടുകളൊക്കെ പണിയണ ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെ വലിയ കിണറൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ കിണർ കാണുന്നത്. പിന്നെ ഹാസിമിനെയായിട്ട് അവിടെ നിൽക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ആളെ ഞാൻ വണ്ടിയുടെ അകത്ത് ഇരുത്തിയിട്ട് പുറത്തിറങ്ങി കുറച്ച് നേരം നിന്നങ്ങനെ മഴ കൊണ്ടതാണ് കേട്ടോ. ചെറിയ രീതിയിൽ മഴയായിരുന്നു. നല്ല രസമാണല്ലോ മഴ കൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ പുറത്തിറങ്ങി നിന്നതാണ്. അത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വീട് പണി നടക്കുന്നിടത്തേക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെ പ്ലംബറും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണിക്കാരൊന്ന് കണ്ട് 2 കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടായി. അങ്ങനെ നേരെ വീട് പണി നടക്കുന്നിടത്തൊക്കെ ഒന്ന് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക്. പച്ചക്കറികളും മീനും ഇറച്ചിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായി. അങ്ങനെ തിരിച്ച് പോരുന്ന വഴിക്ക് യൂസിയുടെ അവിടെ കയറി നമ്മൾ വാങ്ങേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പോരുന്ന വഴിക്ക് എന്തായാലും വീട്ടിൽ ഫുഡ് ഉള്ളതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ പോണ വഴിക്ക് എന്തായാലും ഒരു ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നല്ല സ്നാക്സ് കിട്ടുന്നൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചക്കയുടെയൊക്കെ ചൂടോടെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വണ്ടിയിലിരുന്ന് തന്നെ അത് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. നല്ല നാടൻ ചക്കയുടെ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വണ്ടിയിൽ ഇരുന്ന് തന്നെ കഴിച്ചു. പിന്നെ സമൂസയൊക്കെ വാങ്ങിയിട്ടുണ്ടായി. വൈകുന്നേരത്തേക്ക് വാങ്ങിയതാണെങ്കിലും ഹാറൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് എരിവൊന്നും ഇല്ലാത്ത സമൂസയാണെങ്കിൽ ആൾ കഴിച്ചോളും. അങ്ങനെ ഹാറൂനും ഹാസിമൊക്കെ അതും കഴിച്ചു. അങ്ങനെ ഞങ്ങളൊരു ചായക്കടയിൽ കയറി ഒരു ചായ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോഴത്തേക്കും നെടുവന്നൂർ എത്തിയിട്ടുണ്ടായിരുന്നു. ചായ അട്ടർ ഫ്ലോപ്പായിരുന്നു, വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളെല്ലാവരും ചായ അഡിക്റ്റഡ് ആണ് കേട്ടോ. എപ്പോഴും ഒരു ഗ്ലാസ് ചായ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാം ആയി. നല്ലൊരു റിഫ്രഷിംഗ് ആണ്. അതിപ്പോൾ എത്ര നല്ല ചായ ആണെങ്കിലും കൊള്ളില്ലാത്ത ചായ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തി ഒരു ഗ്ലാസ് ചായ കുടിക്കൽ ഞങ്ങളുടെ പതിവാണ് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 2 വഴികളുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു പുതിയ റോഡ് വന്നതാണ്, പാടത്തിൻ്റെ സെൻറ്ററിൽ കൂടെ ഉള്ളൊരു വഴി. ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. കുറേ നേരം വണ്ടിയിട്ട് ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു. അപ്പോഴത്തേനും സമയമൊക്കെ ഒരുപാടായിട്ടുണ്ട്. വീട്ടിൽ പിള്ളേരെന്താക്കും എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. ഉമ്മാരുടെ അടുത്താണ് ഏൽപ്പിച്ചേക്കണമെങ്കിലും ആൾക്കങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യാനൊന്നും അത്ര അറിയില്ല കേട്ടോ. പിള്ളേർ ഇപ്പോൾ കുറേ പിള്ളേരുണ്ടെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ കരയുന്നൊരു കുഞ്ഞാണെങ്കിൽ അതിൻ്റെ കരച്ചിൽ നിർത്താനോ അതൊന്നും ആൾക്ക് അത്ര വശമുള്ള കാര്യമല്ല. ആൾക്ക് പെട്ടെന്ന് ടെൻഷൻ ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. മഴയുമാണ്. പിന്നെ ഫ്രണ്ട്സൊക്കെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് അവരും ഉണ്ടാവില്ല. അപ്പോൾ ആസ് യൂഷ്വൽ ടി വിയുടെ മുമ്പിൽ തന്നെ ആയിരിക്കുമല്ലോ.
അങ്ങനെ ചെന്ന പാടെ ഞാനൊന്ന് TV ഓഫ് ചെയ്തതാണ്. കുളിയും നിസ്കാരവും ഫുഡടിയൊക്കെ ഉമ്മ പറഞ്ഞതുകൊണ്ട് നടന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ TV കണ്ട് വൈകുന്നേരം വരെ ഇരിക്കും കേട്ടോ. കുളിക്കാൻ പോലും എഴുന്നേൽക്കില്ല. അംദാൻ അത്രയ്ക്ക് മടിയാണ്. പ്രത്യേകിച്ച് വെക്കേഷനായിട്ട് ഇരുന്നോടത്തുനിന്ന് ആൾക്കൊരു അനക്കവും ഇല്ല കേട്ടോ. എവിടെയെങ്കിലും ഇരുന്ന് TV കാണാനിരുന്നാൽ അവിടെ ഇരിക്കും. ഉമ്മ ഉള്ളതുകൊണ്ട് ഈ ഒരു ഫുഡും കഴിക്കലും നിസ്കാരവും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വന്ന പാടെ 3 പേരും കൂടി ഇതേ ബെഡേ കിടന്നുള്ള മറിച്ചിലും കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം നമുക്കൊന്ന് എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലൊന്ന് പോകാനുണ്ട്. അപ്പോൾ ഇത് എൻ്റെ സ്വന്തം വീടാണ് കേട്ടോ. എൻ്റെ വീട് നെടുമ്പാശ്ശേരിയിലാണ്, എയർപോർട്ടിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വീട്. ഇവിടെ എൻ്റെ ഉമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബ്രദർ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ബ്രദർ തന്നെയാണ്. ഞങ്ങൾ 3 മക്കളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫോട്ടോയിലും വീഡിയോസിലൊക്കെ കൂടുതലും ഞാൻ എൻ്റെ സിസ്റ്ററായിട്ടാണ് എല്ലാവരും കാണാറ്. അപ്പോൾ ബ്രദറിന് ഫാമിലി, ഒരു വൈഫും ഒരു മോളാണുള്ളത്. അപ്പോൾ അവർ മാളിയമ്പീടിയയിലാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലെ മക്കൾ മാത്രമുള്ളൊരു ഫോട്ടോ ഫ്രെയിം ചെയ്തതാണ്. അപ്പോൾ ഹാസിം ഇതിൽ ആരൊക്കെയാണ്, ഇതാരാന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവന് ഓരോരുത്തർ ആരാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇതേ റെഡിയായി ഇറങ്ങുകയാണ്. അപ്പോൾ ഉമ്മച്ചിയുണ്ട്, എല്ലാവരും ഇതേ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ ത്രോട്ട് ഇതുവരെ ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു വയ്യായ്മയുണ്ട്, തൊണ്ടയ്ക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ലെറ്റ് സീറ്റിലൊന്ന് കയറി. അപ്പോൾ എല്ലാവർക്കും ഷവർമ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സെഹ്റാക്ക് ഇവിടുത്തെ ഷവർമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി. അതേപോലെ ഷവർമയും ഓർഡർ ചെയ്തിട്ടുണ്ട്. പിള്ളേരും ഉച്ചയൊക്കെ വണ്ടിയിലാണ് കേട്ടോ. ഇവരെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ സീനാണ്. അപ്പോഴാണ് അവിടെ ചുക്ക് കാപ്പി അവൈലബിൾ ആണ്, നല്ല ചുക്ക് കാപ്പി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും തൊണ്ടയ്ക്ക് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരെണ്ണം വാങ്ങി. എന്തായാലും ഷവർമ ആവാനായിട്ട് കുറച്ചും കൂടി സമയം എടുക്കുമെന്ന് പറഞ്ഞു. നമ്മളൊരു 7 ഷവർമയുടെ അടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടുന്നവരെ ചുക്ക് കാപ്പി പിടിച്ചിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കാപ്പി ഓർഡർ ചെയ്തു. ഇപ്പം ഞാനൊരു 3-4 ദിവസമായിട്ട് കുടിക്കുന്നുണ്ട് ചുക്ക് കാപ്പി. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. ത്രോട്ട് ഇതുവരെ ശരിയായിട്ടില്ല. ഇപ്പോൾ ഒരു 1.5 ആഴ്ചത്തോളമായി ത്രോട്ടിന് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തിട്ട്. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾ സെഹ്റാക്ക് കൊണ്ടുവന്ന കവറാണ്. അപ്പോൾ മൂപ്പര് അറിയാത്ത ആൾക്ക് അതിൻ്റെ അകത്ത് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ആൾ തന്നെ അതേ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നെ ഒരു കണക്കിന് വാങ്ങി നമ്മൾ പൊക്കത്തൊക്കെ എടുത്ത് വെച്ചിട്ടാണ്. അപ്പോൾ സൗദി പെട്ടിയും അതേപോലെ ദുബായ് പെട്ടിയും രണ്ടും കൂടി മിക്സപ്പാണ്. ഓരോരുത്തരുടെ ആയിട്ടല്ല, 2 പേരുടെയും കൂടിയാണ്. പിന്നെ ഫെമിത്താക്ക് നല്ലൊരു അടിപൊളി ബാഗൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ നാത്തൂൻ വർക്കിംഗ് ആണ്. ആൾ കളമശ്ശേരി രാജഗിരി സ്കൂളിൽ ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് അവിടെ യൂസ് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നല്ലൊരു ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓരോരുത്തരെയും ഫോക്കസ് ചെയ്ത് അങ്ങനെ ഓരോരുത്തർക്കും എന്ന് പറഞ്ഞിട്ട് ഇത്തവണ പർച്ചേസിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടല്ലാതെ ഓരോരുത്തർക്കും അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും മിക്സായിട്ട് എന്താണോ കൊണ്ടുവന്നത് അതിൽ നിന്നൊരു പങ്ക് അവൾക്ക് എത്തിക്കണം, അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലായിരുന്നു കേട്ടോ എല്ലാവരും. പിന്നെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് വാടകയ്ക്ക് അവിടുന്ന് മാറേണ്ട ഒരു സാഹചര്യം വന്നു. നമ്മളുടെ സ്വന്തം വീട്, അതായത് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട് വാടകയ്ക്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ മാറി ആലുവയിലാണ് കുറച്ചാൾ താമസിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ 2ാമത്തെ ഡെലിവറിയുടെ സമയത്ത് നമ്മളുടെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് അതാകെ നോക്കാതെ ആകെ കച്ചറയാക്കി ഇട്ടേക്കുമായിരുന്നു കേട്ടോ, പറമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് ആ ഒരു വീട്ടിലേക്ക് മാറണം എന്നുള്ളൊരു നിർബന്ധം വന്നു. അങ്ങനെ ഉമ്മ അങ്ങോട്ടേക്ക് മാറിയതാണ്. ആ സമയത്ത് തന്നെയാണ് എൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഞാൻ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ആ ഒരു വീട്ടിലേക്ക് ഉമ്മ മാറിയതിട്ടാ. ആ ഒരു സമയത്ത് ഇവർ റെൻറ്റിനാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ സ്ഥലം വാങ്ങിയിട്ട് അങ്ങനെ വീട് പണിയായിരുന്നു. വീട് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമൊക്കെ ആയിട്ടാണ്. അപ്പോൾ താഴെ ഒരു റൂമും മുകളിൽ 2 റൂമാണുള്ളത്. അപ്പോൾ ഇത് സെഹ്റയുടെ റൂമിൽ നമ്മൾ വന്നിട്ട് ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫെമിത്താക്ക് ഫ്രണ്ട്സും അതേപോലെ സ്റ്റുഡൻസൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ട് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുമായിരുന്നു ഞങ്ങൾ. ഇതെൻ്റെ ബ്രദറിൻ്റെ വൈഫാണെങ്കിലും എനിക്ക് സ്വന്തം സിസ്റ്റർ തന്നെയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഡിഗ്രി 2nd ഇയറാണ് പഠിക്കുന്നത്. ആ സമയത്ത് എനിക്ക് കല്യാണം ഒന്നും നോക്കുന്നുണ്ടായിരുന്നില്ല. അതിനുള്ള പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ PG ചെയ്യാം, ഇനിയും പഠിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളൊരു പരിപാടിയായിരുന്നു. കാരണം എൻ്റെ ഇത്താത്തയുടെ കല്യാണം നേരത്തെ കഴിഞ്ഞതുകൊണ്ട് തന്നെ എന്നെ കല്യാണം കഴിപ്പിക്കാനുള്ള ഒരു പ്ലാനും വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബ്രദർ ആദ്യം കല്യാണം കഴിച്ചത്. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട്.
ഉണ്ടല്ലോ, അവരുടെ കല്യാണം കഴിഞ്ഞ് 5 മാസം കഴിയുമ്പോൾ തന്നെ എൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒരു വിധിയാണ്. അതിൻ്റെ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. പിന്നെ അന്ന് തുടങ്ങി ഇന്ന് വരെ ഞങ്ങളൊരു ചങ്കാണ് കേട്ടോ. എനിക്ക് എന്താവശ്യം വന്നാലും, മുപ്പത്തിക്കൊരാവശ്യം വന്നാലും, ആൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ ആളുടെ കൂടെ ഉണ്ടാവും. അത് ആൾക്കും അറിയാം, എനിക്കും അറിയാം. ഞങ്ങളങ്ങനെ ഡെയിലി ഫോൺ വിളിച്ച് സംസാരിക്കാറൊന്നുമില്ല. പക്ഷേ ആൾക്ക് എന്ത് ആവശ്യം വന്നാലും ഞാൻ കട്ടയ്ക്ക് കൂടെ നിൽക്കാറുണ്ട് കേട്ടോ. അത്രയ്ക്ക് പോസിറ്റീവ് വൈബാണ് കേട്ടോ ആൾ. എത്ര ചെറിയ കാര്യം കിട്ടിയാലും അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്ന നല്ല പോസിറ്റിവിറ്റി ഉള്ള ഒരു നാത്തൂനാണ്. അതേപോലെ തന്നെ ഞാനും താത്തായി എപ്പോഴും പറയും, ഞങ്ങളും നല്ല അടിപൊളി നാത്തൂന്മാരാണെന്ന്. കാരണം എപ്പോഴും കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ പൊതുവേ നാത്തൂന്മാരെ കൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കുമല്ലോ. എല്ലാ വീടുകളിലും അല്ല, ചില വീടുകളിലെങ്കിലും നാത്തൂന്മാരെയും കൊണ്ട് പൊറുതി മുട്ടുന്ന വീടുകളൊക്കെ നമുക്കറിയാം കേട്ടോ. കല്യാണം കഴിഞ്ഞ് വന്ന് ഒരുപാട് പേര് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്ന കാര്യങ്ങളും കഥകളൊക്കെ പല പല സ്റ്റോറികൾ നമ്മൾ കേൾക്കുന്നതാണല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വിമിതാക്ക് ചെറിയൊരു കുറവുണ്ടാകുമ്പോൾ പോലും നമുക്കത് വിഷമമാണ്. ആൾക്ക് എല്ലാ രീതിയിലും എല്ലാ സപ്പോർട്ടോടുകൂടി നല്ല രീതിയിൽ ഞങ്ങളെക്കായി നന്നായിട്ട് ആൾ ജീവിച്ചു പോകണം എന്നാഗ്രഹിക്കുന്ന 2 നാത്തൂന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ സ്വയം പുകഴ്ത്തിയതല്ല, ഞങ്ങളുടെ മൈൻഡ് എന്താണോ അത് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന ഷവർമയും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി നല്ല തട്ടാണ്. അപ്പോൾ മൻഹ ഡയറ്റിലാണ്. അതേപോലെ ഉമ്മായും ഷവർമ കഴിക്കില്ല കേട്ടോ. അപ്പോൾ അവർക്ക് പോരുന്ന വഴിക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങിയിട്ടുണ്ടായി. പിന്നെ അതൊക്കെ കഴിച്ച് തീർത്താതെ ചായയൊക്കെ ഉണ്ടാക്കി നമ്മളതൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഒരു 10:30 ആയി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ വരുമ്പോൾ ചായക്കുള്ള പാല് വരെ വാങ്ങിയിട്ടാണ് കേട്ടോ മിക്കപ്പോഴും വരാറ്. കാരണം ജോലിക്ക് പോകുന്നവരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ. പോയി വന്ന് ഒരു 7 മണിയാകുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിറ്റേന്ന് രാവിലെ 7 മണിയാകുമ്പോൾ പിന്നെ ഇറങ്ങണം. അപ്പോൾ ഒരു രീതിയിലും നമ്മൾ വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ചെല്ലുന്നത്. എല്ലാം നമുക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് വരെ നമ്മൾ വാങ്ങിയിട്ടാണ് അവരുടെ അടുത്ത് പോവാറ്. അപ്പോൾ സെഹ്റാക്ക് PT1 എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഫൈനൽ ഡേ ആയിരുന്നു. എക്സാമൊക്കെ കഴിഞ്ഞ ആൾ നല്ല ഉറക്കം വരുന്നിട്ടാണ് ഞങ്ങൾ ചെല്ലണ സമയത്ത്. അങ്ങനെ സംസാരിച്ചിരുന്ന് ഒരു 10:30 കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന അവൾക്ക് പിറ്റേന്ന് ക്ലാസ് ഉണ്ട്. അപ്പോൾ വന്ന സമയത്ത് ക്ലാസ്മേറ്റ്സ് സിനിമയുണ്ട് കേട്ടോ. വന്നിട്ട് എല്ലാവരും ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചു. കപ്പയൊക്കെ ഉണ്ടായിരുന്നു ഉച്ചക്കത്തെ. അപ്പോൾ കപ്പയും മീൻകറിയൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ ലൈഫിൽ എനിക്ക് എടുത്തു പറയാനായിട്ടൊരു നല്ല ചൈൽഡ്ഹുഡ് മെമ്മറിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് എൻ്റെ ഒരു കുട്ടിക്കാലം കടന്നു പോയതെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും തമ്മിൽ വലിയ ബോണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്താത്തായി ആയിട്ടാണെങ്കിലും എനിക്ക് ബോണ്ട് വന്നത് ഈ ഒരു അടുത്ത കാലഘട്ടത്തിലാണ്. കാരണം ഞാൻ ഇത്താത്തയുടെ കല്യാണം കഴിയുന്ന സമയത്ത് ഞാൻ 8th പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു അടുത്ത കാലത്താണ് ഞങ്ങൾ തമ്മിലാണെങ്കിലും ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളും വന്നത്. അപ്പോൾ അതുപോലെ ആവരുത് ഞങ്ങളുടെ മക്കൾ തമ്മിലെങ്കിലും എന്ന് ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ട് കേട്ടോ. ഇവർ തമ്മിലെങ്കിലും ആ ഒരു സ്നേഹവും അടുപ്പവും ഇഷ്ടവും എല്ലാം നിലനിൽക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഇവർ 3 പേരും തമ്മിൽ ഓരോ വയസ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹംദാനും സെഹ്റയും തമ്മിൽ 5 മാസത്തെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.